അച്ചാറെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉണക്കമാങ്ങയെന്ന് അച്ചാറിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാങ്ങ ഒന്ന് കഴുകിയതിന് ശേഷം ഒരു 5 മിനിറ്റ് കുതിർക്കാൻ വേണ്ടിയിട്ട് സാധാരണ പച്ചവെള്ളത്തിലിട്ട് വയ്ക്കാമേ. കുതിർത്ത മാങ്ങയെ ഒരു അരിപ്പയിലോട്ട് ഊറ്റി വയ്ക്കാം. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഉപ്പും കൂടി ചേർത്തൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 4 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായി വരുന്ന എണ്ണയിലേക്ക് ഒരു 2 സ്പൂൺ നിറച്ച് മുളക് പൊടി എടുത്ത് അതൊന്ന് ചുവപ്പിച്ചെടുക്കാമേ. അതിലേക്ക് കുറച്ച് വെള്ളവും ഉപ്പും പിന്നെ ഒരു വലിയ കഷ്ണം കായവും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ അരപ്പിനെ ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സാക്കി വെന്ത് കുറുകി വരുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന മാങ്ങയും കൂടി ആ ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഒരു 1/4 സ്പൂണോളം വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ചൂടോടുകൂടി തന്നെ നമ്മൾ മാങ്ങയും കൂടി ചേർക്കുന്നത് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനാണ് കേട്ടോ. അപ്പോൾ തീ അങ്ങ് ഓഫാക്കിയിട്ട് മാങ്ങ ചേർത്ത് കൊടുത്താൽ മതി. ഈ ചൂടത്തിരുന്ന് മാങ്ങ നല്ല സോഫ്റ്റായി കിട്ടും. അപ്പം ഇതിൽ എത്ര വെള്ളം ചേർത്താലും നമ്മൾ നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കും. ഈ മാങ്ങയിൽ വെള്ളം എല്ലാം പിടിച്ചിട്ട് നല്ല ഡ്രൈ ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ചൂടായ ഒരു പാനിലേക്ക് കടു ഇതേപോലെ വെറുതെ ഇട്ടൊന്ന് പൊട്ടിച്ച് അച്ചാറിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാമേ. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് മാത്രം 1 സ്പൂണൊക്കെ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിലേക്കിട്ട് അടച്ചു വയ്ക്കാം.